നമ്മുടെ ടോപ്പ് സിംഗറിന്റെ പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരുപാട് പുതിയ പാട്ടുകളും പുതിയ റൗണ്ട്സും ഒക്കെ ആയിട്ട് എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മൾ ഇന്നും റെഡി ആയിട്ട് എത്തിയിരിക്കുകയാണ്. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പൊ നേരിട്ട് ഇവിടുത്തെ ടോപ്പ് സിംഗറിലെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ, ഇവിടുത്തെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു QR കോഡ് സിസ്റ്റം വഴി പറ്റുന്നുണ്ട്. അതൊക്കെ എല്ലാരെയും ഒത്തിരി ഹാപ്പി ആക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ പെർഫോമൻസിന്റെ സമയത്ത് ത്രൂ ഔട്ട് അവിടെ ഒരു QR കോഡ് ഉണ്ടാവും. സ്ക്രീനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. ഇന്നതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേരെ വെൽക്കം ചെയ്തതിന് ശേഷം നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. മീനുട്ടാ, എന്തോ ഇന്നും ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിലാണോ? യെസ്, നമ്മുടെ കല്യാൺ സിൽക്സ് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 70% ഓഫ് ഉണ്ട്. ഉണ്ടാവും. ആഡി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. അപ്പൊ 3 ആള് ഉറപ്പായിട്ടും ഷോപ്പ് ചെയ്യണം കേട്ടോ. ഡെഫിനറ്റ്ലി യെസ്. ആര്യ ചേച്ചി, യെസ് മീനുട്ടാ. ആര്യ ചേച്ചിക്ക് 2 സന്തോഷമുണ്ട്. ഒന്ന്, മഴപ്പാട്ട് റൗണ്ട് ആണ്, അതല്ലേ ഫേവറേറ്റ് റൗണ്ട്. അതെ, അതൊന്ന്. പിന്നെ പാടാൻ വരുന്നത് ആര്യ ചേച്ചിയുടെ കുട്ടൂസാണ്. അതാണ് എനിക്ക് ഡബിൾ ധമാക്ക. അതെ അതെ അതെ, ഡബിൾ ധമാക്കയാണെന്ന് നമുക്കും അതെ. കാരണം നല്ലൊരു പാട്ടുമായിട്ടാ വരുന്നേ. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റിജ്വൽ കുട്ടൻ ഓൺ സ്റ്റേജ്. കൊടയൊന്നും എടുത്തില്ലേ? ഇല്ല, നനയൂലേ ഇപ്പോ? അപ്പൊ ഇത് മഴ പെയ്ക്കുന്നില്ലേ? മഴ ചിലപ്പോ പെയ്പ്പിക്കും, ചിലപ്പോ വലിയ ചിലപ്പേ ഉള്ളൂ. ഉറപ്പില്ലാത്തോണ്ട് കൊട എടുത്തില്ല അല്ലേ? പെയ്പ്പിക്കാനൊരു ശ്രമം നടത്തും. അതെ, ചെറിയ മഴയാണോ വലിയ മഴയാണോ എങ്ങനെയാ ഉദ്ദേശിക്കുന്നേ? ഞാൻ പാടി അനുസരിച്ചതിന്റെ അത്ര ശക്തിയിൽ മഴ കിട്ടും. എങ്ങനെ പാടുന്നു അതിന്റെ ശക്തിക്ക് അനുസരിച്ചിട്ടാണ് മഴ പെയ്യാൻ പോകുന്നത്. ഒന്നും പറയാറായില്ല. പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. മക്കളെ, എന്തോ എങ്ങനെയുണ്ട്? നാട്ടിലൊക്കെ പോയോ ഇതിനിടയില്? എന്നിട്ട് എന്റെ അമ്മമ്മേരെ വീട്ടിലൊക്കെ പോയി. ആണോ? അമ്മമ്മ എന്ത് പറഞ്ഞു? അമ്മമ്മ കാണാറില്ലേ? പാട്ടൊന്നും കേൾക്കാറില്ലേ? പാട്ട് കേൾക്കാറുണ്ട്. ആണോ? ഇഷ്ടപ്പെട്ടോ പാടിയതൊക്കെ? മറ്റേ വെള്ളിച്ചില്ലും വിതറൊക്കെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടമായി. മറ്റേ വെള്ളിച്ചില്ല് വെള്ളിച്ചില്ല് അത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടായി. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? മഴയുള്ള രാത്രിയിൽ. മഴയുള്ള രാത്രിയിൽ മനസ്സിന്റെ തൂവലിൽ അല്ലേ? വിരൽ തൊട്ടുണർത്തുന്നതാരേ. ആഹാ, വാട്ട് എ സോങ്. യെസ്. ഔസേപ്പൻ ചേട്ടന് ഒരു വലിയൊരു നമസ്കാരം. ഈ പാട്ടിന് പ്രത്യേകിച്ച് വാട്ട് എ മെലഡി. അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാവുന്ന, അദ്ദേഹത്തിന്റെ ആ മ്യൂസിക്കൽ എസെൻസ് മൊത്തം കൊടുത്തിരിക്കുന്ന പാട്ടാണ്. ഗിരീഷ് ചേട്ടനല്ലേ പാട്ട് എഴുതിയ? യാ. ബാക്കിയുള്ള ഡീറ്റെയിൽസ്? സിനിമ, കഥ, ഇയർ, കഥ, ഇയർ 2002, മ്യൂസിക് ഔസേപ്പച്ചൻ സാറ്, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, പാടിയത് വിധു പ്രതാപ് സാർ. ഇത് ശരി, ഈ പാട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞ് പാടിയാലാണ് നല്ലത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്നുവെച്ചാൽ ഒരുപാട് ശബ്ദം കൊടുക്കാതെ ഇങ്ങനെ വളരെ ആർദ്രമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് അത് ഫ്ലോ ചെയ്താലാണ് ഈ പാട്ട് ഏറ്റവും നന്നായിട്ട് പോവാ. കേട്ടോ? ഓക്കെ പ്രജ്വല. എടാ ഉണ്ണിയങ്കളുടെ കണ്ടോ? സംസാരിക്ക്. ഹായ്. ഹായ്. ഒന്നും ചോദിക്കാനില്ല. കുറെ നാളായില്ലേ കണ്ടിക്ക്? കൊറേ നാളായി. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് മോനെ, അതിന്റെ ഇടയിൽ കുറെ നല്ല പാട്ടുകൾ പാടിയെന്ന് കേട്ടു, നന്നായി പാടിയെന്ന് കേട്ടു. ഈ പാട്ടും മനോഹരമാവട്ടെ, ഗംഭീരമാവട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് റിജ്വൽ കുട്ടാ. താങ്ക് യു.
പൊന്മണി വീണ തലോടി പ്രണയം തൊടി നിൽക്കും ഒരു പൊന്മണി വീണ തലോടി ഒരു സ്വരമാരിയായി പൊഴിഞ്ഞതാരേ മഴയുള്ള രാത്രിയിൽ മനസ്സിന്റെ തൂവലിൽ ഇരുൾ തൊട്ടുണർത്തുന്നതാരേ സരിസ 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 സരി സരി ഗരി സരി പാ ഹൃദയത്തിനുള്ളിൽ ഫലമർമരങ്ങൾ പോൽ മധുരാഗമന്ത്രമായി മിടിച്ചതാരേ ആരിളം പൂവാ വിരൽ തുമ്പ് കൊണ്ടേതോ വസന്തത്തെ നുള്ളുവാൻ കൊതിച്ചതാരേ മധുരം പുരണ്ടു നിൽക്കും മനസ്സിൻ കണിമുല്ലയിലേതോ മധുരം പുരണ്ടു നിൽക്കും മനസ്സിൻ കണിമുല്ലയിലേതോ ഒരു വരസൂര്യനായി വിരിഞ്ഞതാരേ മഴയുള്ള രാത്രിയിൽ മനസ്സിന്റെ തൂവലിൽ ഇരുൾ തൊട്ടുണർത്തുന്നതാരേ അരികത്തിരുന്നൊരു പ്രിയമുള്ള പാട്ടായി അരികത്തിരുന്നൊരു മുള്ള പാട്ടായി പരിഭവം പകരുന്നതാരേ രുചില എന്തോ ഇങ്ങോട്ട് പോരട്ടെ. ടെൻഷൻ ഉണ്ടോ? ഉം? ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഇല്ല. ഇടയ്ക്ക് 2 ഗ്ലൂം വന്നാ ആ. പ്രിയമുള്ള പ്രിയമുള്ള മാത്രം 2 ഗ്ലും. ആ. പ്രിയമുള്ള എന്ന് പറഞ്ഞ ആ സ്ഥലം ഇത് വരുമ്പോഴത്തേക്ക് 2 ഗ്ലൂം വന്നേ. ആ. സാരില്ല, അതൊക്കെ വരും. എല്ലാരും പാടുമ്പോഴത്തേക്കും ഗ്ലൂം ഒക്കെ വരും. അത് തൊണ്ടയിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ പോലെ തോന്നുന്നു ആ ഇൻഫെക്ഷൻ Irritation. Irritation ഉണ്ടോ? ജലദോഷം ഉണ്ട് ജലദോഷം ഉണ്ടോ? അസുഖമുണ്ട്. ആ ജലദോഷ് കുമാർ ആളൊരു വില്ലനാണ് കേട്ടാ, ഈ ജലദോഷ് കുമാർ. ആ. നമ്മളെ വിളിക്കാതെ നമ്മുടെ കൂടെ കൂടും, എന്നിട്ട് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഉണ്ടാകും, ആ. എന്നിട്ട് നമ്മുടെ അടുത്ത് ഒന്നും പറയാതെ അങ്ങ് പോവുകയും ചെയ്യും. ആ. അതാണ് ഈ ജലദോഷ് കുമാറിന്റെ ഒരു പ്രത്യേകത. പക്ഷെ നമ്മൾ ഫ്രണ്ടായിട്ട് കൂടെ കൊണ്ട് നടന്നാൽ കൊള്ളാം. എന്ന് പറഞ്ഞാൽ ജലദോഷ് കുമാർ വരുമ്പോഴത്തേക്കും ഹലോ പായോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാടുക, അത്രേ ഉള്ളൂ. ആ. ചിലപ്പം ഇങ്ങനത്തെ ഗ്ലൂമൊക്കെ വരും. ആ. അത് സാരമില്ല കേട്ടോ. ആ. ആ അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ശ്രുതി കറക്റ്റായിട്ട് ചേർന്നിട്ടില്ല. തോന്നിയില്ലേ? അങ്ങനെ തോന്നിയില്ലേ? ചില സ്ഥലത്ത് തോന്നി. ചില സ്ഥലത്ത് തോന്നി. അത് സാരമില്ല. നമുക്ക് ശബ്ദ സ്വാതന്ത്ര്യമില്ലാത്തപ്പോ ഇതൊക്കെ സംഭവിക്കും. ആ. അത് സ്വാഭാവികം അല്ലേ പ്രചുല? ആ. അപ്പൊ അതൊന്നും സാരമില്ല അല്ലേ? അല്ലേ ഉണ്ണിച്ചേട്ടാ? അതെ. ചില ചില ദിവസം അങ്ങനെയാണ്. ദിവസം അതെ, എല്ലാ സിംഗേഴ്സിനും ഇതൊക്കെ പറ്റുന്നതാണ്. ഓരോ ദിവസം നമ്മള് വിചാരിച്ച മാതിരി പാടാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ച പോലെ പാടാൻ പറ്റും. ഒരുപാട് ഇടങ്ങളില് വേണ്ട രീതിയിൽ റിച്വലിന് പാടാനായിട്ട് വീക്കാണ് അവന്റെ വോയിസ് വീക്കാണ്. ശബ്ദം voice വീക്കാണ്. ആളെ ഇന്നൊരു ഒരുപാട് കഷ്ടപ്പെട്ട് കേട്ടോ. Yes. ഇന്ന് ഇത്രയും ഇങ്ങനെങ്കിലും പാടി ഒപ്പിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അടുത്തോട്ട് വിളിച്ചത്. ആക്ച്വലി ഇതിൽ നല്ല ചാലഞ്ചിങ് സോങ്സ് ഒക്കെ അവൻ ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. ഈസിലി ഈ പാടിയിട്ടുണ്ട്. പാട്ട് വേറൊരു രീതിയിലുള്ള ഒരു ചലഞ്ച് ഉണ്ട് ചേട്ടാ. Yes. അതിന് കാരണം അതിന്റെ എക്സ്പ്രഷൻസ് ചലഞ്ചിങ് ആണ്. Exactly. Yes. ഇപ്പൊ വിധു, ഹായ് വിധു. വിധു ഇത് അസാധ്യമായിട്ടാണ് പാടിയിരിക്കുന്നത്. എന്റെ സ്റ്റുഡിയോയിലാണ് പാടിയത്. ആഹാ. ഇത് പാടുമ്പോ ഞാൻ അവിടെ ഉണ്ട്. ചേട്ടൻ സ്റ്റുഡിയോയിലാണ് പാടിയത്. അതെ, ചെന്നൈയില്. ഓക്കെ. അത് വിധു പാടിയിരിക്കുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആണ്. അത് വിധുവിന്റെ പാട്ടാണ് നമ്മുടെ മനസ്സിൽ. പക്ഷെ റിജ്വലൻ അതിനു വേണ്ടിയുള്ള ഒരു വലിയൊരു ശ്രമം, ശബ്ദ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു ദിവസം ഇത്ര അധികം വലിയൊരു ശ്രമം നടത്തിയില്ലേ? അതിന് വലിയൊരു ഗൈഡ് കൊടുക്കണ്ടേ? അതെ, കൊടുക്കണം. പിന്നെ തീർച്ചയായും കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ആ ചലഞ്ച് ഏറ്റെടുത്തുകയാണ്. റിജ്വലൻ പറയാണ് ഏത് ജലദോഷ് കുമാർ ആയെങ്കിലും കാര്യമില്ല, ഞാൻ പാടും. അങ്ങനെയാണ് റിച്വലിൽ നിന്ന് പാടിക്കുന്നത്. അല്ല റിജ്വല? അപ്പൊ റിജ്വലിന് ആഗ്രഹമുണ്ട് 6 അടിക്കാന്ന്.
പക്ഷെ ഈ ദിവസം ഒരു എനർജി കുറവുണ്ട്. 6 അടിക്കാൻ പറ്റിയില്ല, റൺ എടുക്കാൻ ഓടാനും പറ്റൂല. സാരല്ലേ, ഇതൊക്കെ സംഭവിക്കും ചില ദിവസം അങ്ങനെയാ. കേട്ടോ ഋജുല. അപ്പം ഇന്നത്തെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എല്ലാ ദിവസവും നമ്മുടെ ദിവസം ആവണമെന്നില്ല. ചില ദിവസം നമുക്ക് വേണ്ട രീതിയിൽ ശബ്ദം പ്രവർത്തിക്കണമെന്നില്ല. ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല കേട്ടോ. അപ്പൊ അതനുസരിച്ചാണ്. അപ്പൊ ഇനി അടുത്ത ഒരു പെർഫോമൻസിൽ ഒരു ഉജ്ജ്വലമായിട്ടുള്ള കംബാക്ക് വേണം ഋജുലിന്റെ. പ്രോമിസ് ഉണ്ടോ? പ്രോമിസ് പോരാ ശക്തിയില് പ്രോമിസ്. അടുത്തതില് നമുക്ക് മധുരമഴ പെയ്ക്കണം. പെയ്ക്കും. ഇത് ഉജ്ജ്വലന്റെ പ്രജ്വലമായ പ്രോമിസ് ആണ് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. റിജ്വൽ കുട്ടാ, എന്തോ ഒന്നും അപ്സെറ്റ് ആവണ്ട, ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കേട്ടോ. ഇന്ന് മോന്റെ വോയിസ് വളരെ വീക്കാണ്. അപ്പൊ ആ വീക്ക് വോയിസ് കൊണ്ട് പാടുന്ന സമയത്ത് ബ്രെത്ത് അങ്ങോട്ട് എത്തുന്നില്ല. പല സ്ഥലത്തും മോൻ വിചാരിച്ച മാതിരി പാടാൻ പറ്റുന്നില്ല. ത്രോട്ട് ഡ്രൈ ആവുന്നു. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നത്തെ പാട്ടിനെ കുറിച്ച് അങ്ങ് മറക്കുക. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യണം. മോന്റെ വോയിസിന്റെ ഹെൽത്ത് ഇല്ലേ, അത് ഡെവലപ്പ് ചെയ്യുക. അത് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യണം. വിറ്റമിൻ സി ഒക്കെ കഴിക്കൂ കേട്ടോ. നല്ല ഭക്ഷണം കഴിക്കുക, വിറ്റമിൻ സി കഴിക്കൂ. അപ്പോൾ ടോട്ടൽ ഹെൽത്ത് തന്നെ ഒരു ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ നല്ല ശക്തി കിട്ടും. ഓക്കെ, എന്നിട്ട് വന്ന് പാടിക്കഴിഞ്ഞാൽ ഇതൊക്കെ പുഷ്പമാരി പാടും ഈ പാട്ടൊക്കെ. കാരണം ഇതിലും നല്ല ചാലഞ്ചിങ് സോങ്സ് മോൻ ഇവിടെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അതുകൊണ്ട് ഈ പാട്ടൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, നെക്സ്റ്റ് റൗണ്ടില് യു ആർ കമ്മിങ് വിത്ത് ഫുൾ സ്ട്രെങ്ത്. പ്രോമിസ്? ഋജുൽ കുട്ടാ, എനിക്കും ആ പ്രോമിസാ വേണ്ടത്. അതായത് അടുത്ത പെർഫോമൻസിൽ മധുരമഴ പെയ്യിപ്പിക്കും എന്നുള്ള ആ പ്രോമിസ് ആണ് എനിക്കും വേണ്ടത്. തരാൻ പറ്റുമോ? പ്രോമിസ്. യെസ്. അപ്പൊ ഇന്ന് കാര്യമായിട്ടൊന്നും എടുത്തു പറയുന്നില്ല. ബ്രെത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പറഞ്ഞു, ഋജുൽ കുട്ടൻ പറഞ്ഞു ത്രോട്ട് വീക്കാണെന്ന് പറഞ്ഞു, ത്രോട്ട് ഡ്രൈ ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ, കൺസിഡർ ഇറ്റ് ആസ് എ ബാഡ് ഡേ. ഓക്കെ, അങ്ങനെ കണ്ടാൽ മതി. ഇന്ന് അങ്ങ് ശരിയായില്ല. നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് വന്നു, പക്ഷെ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അങ്ങ് വിട്ടേക്കുക. അതങ്ങ് വിട്ടേക്കുക. ഇന്ന് രാത്രി നല്ല കിടന്നുറങ്ങാം, സുഖമായി ഉറങ്ങാം. നല്ല ചൂടുവെള്ളമൊക്കെ കുടിച്ച് സുന്ദരമായി ഉറങ്ങാം. ഗാർഗ്ലിംഗ് ഒക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഒരുപാട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കുറെ ഗ്ലുമുണ്ട്, കുറെ സ്ഥലത്ത് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട്. പാതി അടഞ്ഞൊരൻ ഹൃദയത്തിനുള്ളിൽ അവിടെയൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ട്. പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഭാഗങ്ങൾ ഇങ്ങനെ പാട്ട് മുഴുവനായിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പോകേണ്ടി വരും. പക്ഷെ വയ്യാത്തത് കൊണ്ട് ഞാനിപ്പം ഒന്നും പറയണില്ല. മിടുക്കനായിട്ട് പോയിട്ട് റെസ്റ്റ് എടുക്കുക. ഓക്കെ, ആരോഗ്യമൊക്കെ തിരിച്ചു വരട്ടെ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഇപ്രാവശ്യത്തെ ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും? മറന്നു. അതെ, എന്നിട്ട് നാളെ അടുത്ത ദിവസം എന്ത് ചെയ്ത് വരും? അസുഖമൊക്കെ മാറി മരുന്നൊക്കെ കഴിച്ച് മിടുക്കൻ കുട്ടിയായിട്ട് വരും. ഓക്കെ, ഡീൽ? ഓക്കെ. അപ്പോ ഇന്ന് ഋജുൽ കുട്ടന് ഇന്ന് എത്രയാണ് മാർക്ക്? 95.5 out of 100. പ്രജ്വൽ കുട്ട, ഇത് നമുക്ക് മറന്നു പോവാം കേട്ടോ. വിഷമമൊന്നും വരരുത്. ഓൾ ദ വെരി ബെസ്റ്റ്. ടാറ്റ. ഗുഡ് നൈറ്റ്. എം ജെ അങ്കിൾ, ഇപ്രാവശ്യം വിയറ്റ്നാമിൽ പോയില്ലേ? അവിടെ പോയിട്ട് അവിടുത്തെ സ്പെഷ്യൽ മ്യൂസിക് എന്തെങ്കിലും കേട്ടോ? മ്യൂസിക് ഒരു വഴിയോരത്ത് കേട്ടു രാത്രിയിൽ. ഭയങ്കര രസമായിരുന്നു. ആ ഭാഷയൊക്കെ പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ ഈസി ആയിരുന്നു മനസ്സിലാക്കാൻ. അപ്പൊ അതിലും ചില സംഗതികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു. അപ്പൊ നമുക്ക് ശ്രീയക്കുട്ടീനെ വിളിക്കാം. മാജിക്കൽ മെലഡിയിൽ പെർഫോം ചെയ്യാൻ ശ്രീയക്കുട്ടിയാണ്. യെസ്, ബാംഗ്ലൂരിന്ന്. ലെറ്റ്സ് വെൽക്കം ശ്രീയക്കുട്ടി ഓൺ സ്റ്റേജ്. ഞാൻ പറഞ്ഞില്ലേ, ആ അത്ഭുതം പിന്നെയും സംഭവിക്കാൻ പോകുന്നു. പക്ഷെ ഇപ്പോഴും ആ സസ്പെൻസ് അങ്ങനെ നിൽക്കുന്നു. മീനുട്ടി, അതെന്താ അത് നിങ്ങൾ പറയുന്ന ഒരു സർപ്രൈസ് നടന്നുകൊണ്ടിരിക്കുക. പാടില്ല കേട്ടോ, ഇത്ര സീക്രസി പാടില്ല. അതെ, ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ശ്രീകുട്ടി ആദ്യം ഗംഭീരമായിട്ട് പാടിയെന്നാണ് പല ആൾക്കാരുടെ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. ശ്രീകുട്ടി, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രേറ്റ് മ്യൂസിക് കമ്പോസറിന്റെ ഒരു പാട്ട് പാടിയിരിക്കുകയാണ് ഇപ്പം. പക്ഷെ ആരാണ്, ഏതാണ്, എങ്ങനെയാണ് അതിപ്പോ പറയില്ല. സർപ്രൈസ് ഇടുന്നേ കൊറേ കാത്തിരിക്കണോ? അപ്പൊ കാത്തിരുന്നോ? സസ്പെൻസ് ആണോ? ക്ലൂ ഉണ്ടോ? ക്ലൂ അതെല്ലാരും എന്നോട് ചോദിക്കുന്നുണ്ട് ആരാന്നൊക്കെ. അപ്പൊ ഞാൻ ഈ ട്വിസ്റ്റ് ഒക്കെ ചെയ്ത് പറയാം, അവരാരാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണോ? എനിക്കും തരൂ ഒരു ക്ലൂ. മലയാളത്തിൽ ഒത്തിരി 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 സിനിമകൾ ചെയ്ത നമ്മുടെ വളരെ ഇഷ്ടപ്പെടുന്ന
ഒരു ഗ്രേറ്റ് മ്യൂസിക് കമ്പോസർ ആണ്. അത് മാത്രമേ ഇപ്പൊ ആരും ഒന്നും വേറെ കൂടുതൽ പറയണ്ടാന്ന് അല്ലേ? നമ്മൾ വന്നോളൂ, നമ്മൾ ആ പാട്ടുമായിട്ട് ഇവിടെ വരും അല്ലേ? Sure. ബാംഗ്ലൂർ പോയിട്ട് എന്തൊക്കെയാ വിശേഷം? ബാംഗ്ലൂർ പോയിട്ട് അടിപൊളിയായിരുന്നു. ആ. ഇപ്പൊ ഇപ്രാവശ്യം കുറെ ദിവസം കിട്ടി. ഓക്കെ, അപ്പൊ- വെക്കേഷൻ അല്ലേ? ആ. ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്തത് ഷോപ്പിംഗ് ആണ്. അതെന്തിന് ചെയ്തു? Okay. ഇത് Okay. പോയപ്പോ വാങ്ങിയതാ. Okay. പോയപ്പോ അപ്പൊ അയ്യോ വന്ന് നമ്മുടെ ഷേക്കുട്ടി അമ്മയുടെ പഴയ ഉടുപ്പൊക്കെ ഇട്ട് വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഒന്ന് Shopping നിന്നിട്ട്. ആ, എന്നിട്ടോ? അല്ലാതെ ഞാനും അമ്മയും എല്ലപ്പോ വഴക്കായി ഡ്രസ്സിന്റെ കാര്യത്തില്. ആണോ? അമ്മ ഇങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പട്ടുപാവാട ഇട്ടുകൊണ്ട് നിന്നിട്ട് ആ, എനിക്കിപ്പം ബോറടിച്ചു ഇട്ടിട്ടിട്ട്. okay. ആ. അപ്പൊ എനിക്ക് നോർമൽ ഫ്രോക്സ് അങ്ങനെയൊക്കെയാണ് ഇടാൻ Okay. ഇഷ്ടം. ശരി. അപ്പൊ ഇപ്രാവശ്യം ഞാൻ എന്റെ അമ്മയുടെ സിസ്റ്ററിനെയും കൂട്ടി പോയി. എന്ന് വെച്ചാൽ അമ്മ കൂടെ അമ്മ മാത്രം വന്നു കഴിഞ്ഞാല് പട്ടുപാവാട എടുക്കും. ചേച്ചി കൊണ്ടുപോയില്ല. അല്ല, അമ്മ ഏതൊക്കെയോ ഈ ആന്റി സ്റ്റൈൽ സംഭവങ്ങളൊക്കെ എടുത്തു തരും. അമ്മയ്ക്ക് ആന്റി വൈബാണോ? ഭയങ്കര സാധനങ്ങളൊക്കെ എടുത്ത്. ഭയങ്കരമായിട്ട്. അപ്പൊ അമ്മ ഇടുന്ന കുർത്ത അതൊക്കെ എനിക്ക് തരും. അപ്പൊ ഞാൻ പറയും എനിക്ക് ഈ ജനറേഷനിൽ ഇങ്ങനത്തെ ഒന്നും ഇടില്ല എന്നൊക്കെ. ആ. അപ്പൊ അമ്മയുടെ അനിയത്തിന്റെ കൂടെ പോയി. അപ്പൊ ഈ സെലക്ഷൻ ഒക്കെ കിട്ടി. അമ്മയുടെ അനിയത്തി കുറച്ചുകൂടെ Sure. കുറച്ചും കൂടെ മനസ്സിലാക്കുന്ന ആളാണോ? ആ, ആ. ഓ, ഇപ്പൊ അങ്ങനെ ഭാഗ്യം. ശോ, എത്ര കഷ്ടപ്പെടണം അല്ലേ ഒരു ഉടുപ്പ് മേടിക്കാൻ. യെസ്, എന്തായാലും കൊള്ളാം. നല്ല കോസ്റ്റ്യൂം. താങ്ക് യു. യെസ്. അപ്പൊ ഏതാ പാട്ട്? തുമ്പിക്കിന്നാരം. മൂവി മൂവി നരൻ. നരൻ. ഇയർ 2005. മ്യൂസിക് കമ്പോസർ ദീപക് ദേവ് സർ. ദീപുവിന്റെ പാട്ടാണ്, ദീപുവിന്റെ പാട്ട്. Yes. ലിറിക്സ് സബാഷ്. കൈതപ്രം സർ. സിംഗേഴ്സ് ഗായത്രി മാം ആൻഡ് യേശുദാസ് സർ. യെസ്. Okay. ചൈനീസില് ആക്ച്വലി മെട്രോയില് പോകുമ്പോഴത്തേക്ക് ഒരു സാധനം ഉണ്ടാവും. സാവാതികാ ഹോയിൻ താജാ ഹോയിൻ താജാ ലായിദ വമൻ നല്ലി താ തായ്കോ വമൻ ദോൻസ്. സവതിക്കാന്ന് പറഞ്ഞാൽ താങ്ക് യു. സാവാതിക മീൻസ് വെൽക്കം. ആ, വെൽക്കം. ആ, അതാണ് തായ്ലൻഡ് പോകുമ്പോ സവതിക്കാ അങ്ങനെയല്ലേ പറയാ. യു ആർ എം ജയചന്ദ്രല്ല എന്ന് പറയില്ലേ? അതുപോലെ കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനാണ്. സാർ എന്ന് പറഞ്ഞാൽ കാ. യെസ്. അപ്പൊ Okay. കാ പാടറേ. All the best, താങ്ക് Rekuti. യു. തുമ്പിക്കിന്നാരം കേട്ടില്ലല്ലോ, തുമ്പപ്പൂക്കാലം ഞാൻ കണ്ടില്ലല്ലോ, സ്നേഹം കാണാതെ നേരം പോയല്ലോ. ഇന്നോളം ഞാൻ കേട്ടില്ലല്ലോ ഹൃദയാർദ്രമാമീ സ്വരം. ഇന്നോളം ഞാൻ ചെന്നില്ലല്ലോ സ്നേഹക്കൊട്ടാരം.
തുമ്പപ്പൂക്കാലം ഞാൻ കണ്ടില്ലല്ലോ, സ്നേഹം കാണാതെ നേരം പോയല്ലോ. ആഹാ, ഇന്നോളം ഞാൻ കേട്ടില്ലല്ലോ ഹൃദയാർദ്രമാമീ സ്വരം. ഇന്നോളം ഞാൻ ചെന്നില്ലല്ലോ സ്നേഹക്കൊട്ടാരവാതിൽക്കൽ മുട്ടിയില്ലല്ലോ. ബ്യൂട്ടിഫുൾ, അടിപൊളി. ഗുഡ്. ഈ പാട്ടിനെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ടത് 2 പേരെ കുറിച്ചാണ്. അവർ അവിടെ ഒരു പരവതാനിയിൽ ഇരിക്കുന്നുണ്ട്. സുബിൻ എന്ന് പേർ, പിന്നെ ശശിയണ്ണൻ എന്ന് പേർ. യെസ്. 2 പേർ. സുബിൻ ആ ഒരു സിത്താർ ബിറ്റല്ലേ, ആ എങ്ങനെയാണ് ഗിറ്റാറിൽ ഈ സിത്താർ അതിന്റെ ഒരു റെസണൻസ് കൊണ്ടുവരണം, അത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അതിനൊരു സ്ഥലം. യാ, പിന്നെ ശശിയണ്ണന്റെ ആ ഗ്രൂവില് ഇങ്ങനെ ഗ്ലൈഡ് ഉണ്ടല്ലോ, അത് കൊള്ളായിരുന്നു, അത് സൂപ്പറാണ് കേട്ടോ. ആ അതുപോലെ ഫ്രാൻസിസ് ഏട്ടാ വാസ് നൈസ്, ഭയങ്കര രസമായിരുന്നു അത്. ഒരിക്കലും ഇതുപോലെ ദീപക്കായിട്ട് സംസാരിച്ചപ്പോ ഈ സോങ്ങിനെ കുറിച്ച്, അപ്പൊ അത് ഔസേപ്പച്ചൻ സാറാണ് ഒറിജിനലി വായിച്ചിരുന്നത്. അവസരത്തിലല്ലേ. ശ്രീകുട്ടി ഈ പാട്ടില് ഒരു പൂമ്പാറ്റയെ പോലെ ഇങ്ങനെ പറഞ്ഞു നടന്നു. താങ്ക് യു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഈ പൂമ്പാറ്റയ്ക്ക് സ്വന്തമായിട്ട് അറിഞ്ഞൂടാ എത്ര നന്നായിട്ടാണ് പറക്കണേന്ന്, എത്ര സുന്ദരമായിട്ടാണ് പല ഇടങ്ങളിലൂടെയും പറക്കണേന്ന്. പക്ഷെ ഇത് കാണുന്നവർക്ക് പറയാൻ പറ്റും അല്ലേ. ശ്രീകുട്ടിക്ക് തീർച്ചയായിട്ടും ചില സംശയങ്ങളുണ്ടാവും. അവിടെ ശരിയായോ, ഇവിടെ ശരിയായോ, ഇങ്ങനെ ശരിയായോ, ഇങ്ങനെ ശരിയാക്കേണ്ടതായിരുന്നില്ലേ, അങ്ങനെയൊക്കെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നില്ലേ. യെസ്. കേട്ടോ, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആഘോഷിക്കുകയാണ് നമ്മൾ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പെർഫോമൻസ് ആഘോഷിക്കുകയാണ്. അപ്പോൾ ശ്രീകുട്ടിയുടെ വോയിസ് ആണ് നമ്മൾ ഏറ്റവും ആഘോഷിക്കുന്നത് എല്ലാ സമയത്തും. ഞാൻ എപ്പോഴും പറയുന്ന ചുന്തിരിമണിയുടെ ആ വെൽവെറ്റ് വോയിസ് ഉണ്ടല്ലോ, അത് ഇന്ന് മുന്നോട്ട് കുറച്ചും കൂടെ വന്നിരിക്കുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പല ലൈൻസും ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഴയായി എന്ന് പാടില്ലേ, അത് ഭയങ്കര ഒരു ഫീലായിരുന്നു ആ ലൈൻ എന്ന് പറഞ്ഞാൽ. താങ്ക് യു. മൗനം സമ്മതം ഇന്നു കാതിൽ ചൊല്ലണം, പെരിയ പക്ഷിയായി പാടണം, മഴയായി മഴവില്ലിൻ നിറമാലയായി മാറണം, മഴയായി മഴവില്ലിൻ ആരും കാണാൻ കൊതിക്കുന്ന കനവാകണം. പിന്നെ 2 കാര്യങ്ങൾ, ഈ ഇസ്തിരിപ്പെട്ടി കണ്ടു, ഇസ്തിരിപ്പെട്ടി. യെസ്. ഇസ്തിരിപ്പെട്ടി ആദ്യം എങ്ങനെയാണ് ചുളിവുകൾ, റിങ്കിൾസ് ഉണ്ടാവും അല്ലെ ഷർട്ടിലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ ഒക്കെ, അതിങ്ങനെ തേക്കുമ്പോ എന്താവും, ക്ലീൻ ആവും. അത് ക്ലീൻ ആവും, വടിവത്തത് അങ്ങനെ. വടിവൊത്ത്. യെസ്. പക്ഷേ ഇത് നമ്മള് സ്വരങ്ങളും ചില ഫ്രേസസും പാടുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇസ്തിരി കൊണ്ട് തേക്കാൻ പാടില്ല. ചിലതൊക്കെ റിങ്കിൾസിന്റെ ഉള്ളിലാണ് എക്സ്പ്രഷൻസ് ഉള്ളത്, അതെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ റിങ്കിൾസിനെ അവിടെ വെച്ചേക്കണം, ഓക്കെ, നമ്മൾ അതിന്റെ മേളിൽ ഇങ്ങനെ തേക്കാൻ പാടില്ല. ഓക്കെ. എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ഫൈൻനെസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാൻ പാടില്ല. യെസ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോഴേ ഇമോഷൻ കൺവേ ചെയ്യൂ. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, യെസ്. അത് ശ്രദ്ധിക്കണം. പിന്നെ ഡൈനാമിക്സ് അത്ര ബിൽഡ് ചെയ്യാത്ത പോലെ ഒരു തോന്നലുണ്ടായി. ഓക്കെ. അതായത് എല്ലാവരുടെയും ഇങ്ങനെ നൂത്ത് പിടിച്ച പോലെ, നേരത്തെ അയണിങ് എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ചും കൂടെ ഡൈനാമിക്സ് വേണം. ഓക്കെ. ഇപ്പൊ മാഗസ ദദസനി തരതാരാരാ ടീ ടീ ടീ. ഇത് കണ്ടോ, ഈ ടിക് ടിക്, ഈ മെട്രോണോം ഇങ്ങനെ പോകുന്നുണ്ടേ, അതിന്റെ ഫീല്, ഓക്കെ. അതിന്റെ ഫീല് പ്രത്യേകതയാണ്. കിന്നാരം കിട്ടില്ലല്ലോ തരതാരാരാ ടീ ടാ ടാ ടാ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് ദീപു ചെയ്തതിന്റെ ഒരു പ്രത്യേകത. ഭയങ്കര ബ്യൂട്ടിഫുൾ മെലഡിയാണ് ദീപു ചെയ്തിരിക്കുന്നത്. ദീപുവിന്റെ പല പാട്ടുകളും ഇങ്ങനെ മുത്തുപഴ ഇങ്ക് കൊട്ടിത്തീരാത എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കും. അതാണ് ദീപുവിന്റെ വളരെ വലിയൊരു പ്രത്യേകത.
ശ്രാവൺ ഗംഗേ. എനിക്ക് ഇഷ്ടമുള്ള വേറെ പാട്ടാണ്. ഞാനൊരു ബി ഹാപ്പി ഹാപ്പി അങ്ങനെ ഒരു പാട്ട് ചെയ്ത ഓർമ്മയുണ്ട്. എനിക്ക് ട്യൂണൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഈ ജനുസിൽപ്പെട്ട പല പാട്ടുകളെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ആ ഡൈനമിക്സ് പ്രത്യേകിച്ച് മേളിലോട്ടൊക്കെ പോകുന്ന സ്ഥലത്ത് ഹൃദയാർദ്രം എന്ന് വരുന്ന ഒരു വരിയുണ്ടല്ലോ. അതുപോലെ മേളിലോട്ട് എടുക്കുന്ന സ്ഥലത്ത് അവിടെ കുറച്ചും കൂടെ എക്സ്പ്ലോഷൻ വേണം. അതെല്ലാം കണ്ടെയ്ൻ ചെയ്തു. എക്സ്പ്ലോഷനെ ഒരിക്കലും കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. കാരണം അത് കണ്ടെയ്ൻ ചെയ്താൽ എക്സ്പ്ലോഷൻ അല്ലാതാവും. അപ്പൊ എക്സ്പ്ലോഡ് ചെയ്യേണ്ട സ്ഥലത്ത് അത് തന്നെ ചെയ്യണം. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയ എന്റെ തോന്നലുകളാണ്. അപ്പൊ ഇത്തരം തോന്നലുകൾ ഉണ്ടാവാൻ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചോളൂ. ഓൾ ദി ബെസ്റ്റ്. ഹായ് ശ്രീകുട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പാടിയത്. ശ്രീകുട്ടി വോയിസ് യൂസ് ചെയ്യുന്ന വിധം ഒരു പ്രത്യേക സുഖമുണ്ട്. അതൊരു ബെല്ലോസ് യൂസ് ചെയ്യുന്ന മാതിരി ഒരു ഫീലുണ്ട്. അതൊരു നല്ലൊരു സുഖമുള്ള സംഭവം. കാരണം ഹൈ നോട്ട്സ് ഒക്കെ പാടുന്ന സമയത്ത് സ്ട്രെയിൻ ഇല്ലാതെ പാടാൻ പറ്റും. അങ്ങനെ ബെല്ലോസ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ റെസൊണൻസ് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ എനിക്ക് ത്രൂ ഔട്ട് ദ സോങ് എനിക്കൊരു ഭയങ്കര ഒരു സുഖം തോന്നി. നല്ല നല്ല സുഖമായിരുന്നു കേൾക്കാൻ. പിന്നെ ഡൈനാമിക്സ് കുറച്ചും കൂടി യൂസ് ചെയ്യാൻ അത് പറഞ്ഞ മാതിരി കൂട്ടൻ പറഞ്ഞ മാതിരി. അതർവൈസ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ റെൻഡിഷൻ. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. ശ്രീകുട്ടി നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് പാടി കേട്ടോ. ഒരു സ്ട്രെയിൻ ഇല്ലായിരുന്നു. ഇപ്പൊ ഹൈ പോകുമ്പോഴും ലോ പോകുമ്പോഴും അതിന്റെ മിഡ് ആണെങ്കിലും എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ് ആ ശബ്ദത്തിന്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. വളരെ കൺസിസ്റ്റന്റ് ആയിരുന്നു. എക്സാക്ട്ലി. അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടി ശബ്ദത്തില്, ആ വോയിസിൽ ഉണ്ടോ. അപ്പൊ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്കും ഈ ഹൈ വാസ് ബ്യൂട്ടിഫുൾ. ആ പോർഷൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇന്നോളം ഞാൻ ചെന്നില്ലല്ലോ പല്ലവിയിൽ പാടിയത് വാസ് നൈസ്. കുറച്ച് ഭാഗങ്ങൾ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പിച്ചാണ് കുറച്ച് പ്രശ്നം തോന്നിയത്. എസ്പെഷ്യലി ലാസ്റ്റ് എന്റെ ചെയ്ത ഭാഗത്ത് കുറച്ചൊന്ന് ശ്രുതി ഒന്ന് ഫ്ലാറ്റ് ആവുന്നുണ്ടായിരുന്നു. അതുപോലെ അവിടെ ഇങ്ങനെ ബ്രെത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചെറിയ മൈന്യൂട്ട് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓവറോൾ ഞാൻ ഭയങ്കരമായി എൻജോയ് ചെയ്തു. ഒന്ന് അതിന്റെ പല റീസൺസ് ഉണ്ട്. ഈ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നരൻ എന്ന് പറഞ്ഞ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിട്ട്. അതുപോലെ അതിലെ പാട്ടുകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, കേൾക്കാൻ വേണ്ടിട്ട്. അതിലുള്ള പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മറ്റേ പാട്ടുള്ള വെൽമുരുക ഹരോ ഹരഹോ വെലായുധാഹരോ, എല്ലാ സ്റ്റേജിലും എവിടെ പോയാലും ആ പാട്ട് എല്ലാവർക്കും കേൾക്കണം. ഐക്കോണിക് സോങ് ആണ്. ഇറ്റ്സ് എൻ അമേസിംഗ് സോങ്. അത് പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ. ആ പാട്ട് ഉണ്ടെങ്കിലേ പരിപാടി അവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു പാട്ടാണ്. അതുപോലെ വേറൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മുടെ ചിത്ര ചേച്ചി വിനീതേട്ടനും കൂടെ പാടി ഓമൽ കൺമണി ഇതിലേവാ കനവിൻ തിരകളിലൊഴുകിവാ നാടിൻ നായകനാകുവാ. പിന്നെ ദീപന്റെ പുതിയ അത് വേറൊരു. ഇതിലെ തന്നെ മിന്നടി മിന്നടി മിന്നാമിനുങ്ങി മിന്നും നക്ഷത്ര പെണ്ണെ മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കോരിരുൾ വീട്ടിലെ കണ്ണേ. അപ്പൊ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സോങ്സ് ഉണ്ട്. അപ്പോൾ അതിലൊരു പാട്ടാണ് തുമ്പിക്കിന്നാരം. അപ്പൊ എനിക്ക് അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അപ്പൊ എന്റെ ഒത്തിരി മെമ്മറീസും അതിന്റെ കൂടെ തിരിച്ചു വന്നു എന്നുള്ളത് കേട്ടോ. ബ്യൂട്ടിഫുള്ളി സങ്, ബ്യൂട്ടിഫുൾ റെൻഡിഷൻ, രസമായിട്ട് പാടി. ഇന്നത്തെ ഈ ബ്യൂട്ടിഫുൾ റെൻഡിഷൻ ഓഫ് ദിസ് സോങ് തുമ്പിക്കിന്നാരം യു ആർ ഗോയിങ് ടു ഗെറ്റ് 98 out of 1. ഇനിയും ഇങ്ങനെ ഹാപ്പി ആക്കുന്ന ഒത്തിരി പാട്ടായിട്ട് വരണം. ഓൾ ദി വെരി ബെസ്റ്റ്. ആര്യ ചേച്ചി, ഉണ്ണിക്കാറ്റ്, MJ അങ്കിൾ, നമ്മൾ കുറച്ചു നേരമായിട്ട് സീരിയസ് പെർഫോമൻസുകൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. മത്സരം കൂടുതൽ കടുത്തുകൊണ്ടിരിക്കുന്നു, സങ്കീർണമായിരിക്കുന്നു. അതിന്റെയൊക്കെ ഇടയ്ക്ക്
മനസ്സിനെ ഒന്ന് കുളിർപ്പിക്കാൻ ഒരാളെത്താൻ പോവാണ്. പക്ഷെ എത്തുന്ന ആളെ കണ്ട നിങ്ങൾ എല്ലാരും ഞെട്ടിപ്പോവും. നിങ്ങൾ MJ അങ്കിളും ഉണ്ണി അങ്കിളും ഇപ്പൊ കുറച്ച് നാൾക്ക് ശേഷമാണല്ലോ വരുന്നേ. ഇങ്ങനെ ഒരു കാഴ്ച എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. നമുക്ക് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ധനുക്കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ പോവാണോ? ഇത് ആരാ ഇത്? ആരാ മനസ്സിലായല്ലോ? ധനുക്കുട്ടിയാണോ? നമ്മുടെ ധനുക്കുട്ടി ഇങ്ങനെ അല്ല. അല്ല. MJ അങ്കിളിന് മനസ്സിലായോ? ചോദിച്ചോക്ക്. ധനുക്കുട്ടിയല്ല. ഓ വേറെ ആളാണോ? ധനുക്കുട്ടിയല്ല. സന്തോഷായില്ലേ? ധനുക്കുട്ടി അല്ലെങ്കിൽ പിന്നെ ഈ കുട്ടിയുടെ പേരെന്താ? അല്ല ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങൾക്ക് അറിയുവേ അയ്യോ അല്ലാന്ന് ഞാൻ പറയും. അങ്ങനെ പറയല്ലേ. ധനുക്കുട്ടിയാണോ? ആണോ? ചെവിയിൽ ഒരു തൂവലും ഇവിടെ എന്താ തലയിലൊക്കെ ശംഖ് കൊറേ ശംഖ്. മുഖമാണോ നോക്കണ്ടേ? ഉടുപ്പൊക്കെ കണ്ടിട്ട് മനസ്സിലാവണില്ല. പക്ഷെ മുഖത്ത് നോക്കുമ്പോ എവിടെയോ നമ്മുടെ ധൻശ്രീ കുട്ടിയുടെ ഒരു ഛായ ഉണ്ട്. എവിടെയോ ഒരു shape ഉണ്ട്. ഒരു ഷേപ്പ്. അനിയത്തിയായിരിക്കും അല്ലേ? ആണോ? എന്താ ഓ മാന്താൻ തുടങ്ങിയതാ. ഇങ്ങനെ ഡാൻസ് ഉണ്ടോ? പേര് ചോദിച്ചപ്പോ ഡാൻസ് ഉണ്ടാന്ന് ഡാൻസ് ഉണ്ടെങ്കിൽ ഡാൻസ് കണ്ടിട്ട് വേണം തീരുമാനിക്കാം ധനുക്കുട്ടിയാണോ. ഉണ്ട് ഡാൻസ് ഉണ്ടെങ്കിൽ ധനുക്കുട്ടിയായിരിക്കും. അപ്പൊ ധനുക്കുട്ടിയായിരിക്കും ഉറപ്പ്. അപ്പൊ തനിച്ചാണോ ഡാൻസ്? ധനുക്കുട്ടി തന്നെ. ആൾക്കാരുണ്ടോ? ആ. എത്ര ബസ്സിൽ വന്ന ആൾക്കാര്? 8 പേര്. 8 പേര് കൂടെ ഉണ്ടോ? ഓ അവരെവിടെ കിട്ടി? അവര് നമ്മളെ അമ്മയുടെ ക്ലാസ്സിലുള്ളവരാ. ആഹാ, ആണോ? ആ, അമ്മ എല്ലാരും പഠിപ്പിക്കുന്ന കിടിലൻ ഡാൻസേഴ്സ് ആയിരിക്കല്ലോ. അപ്പം എന്റെ അങ്കിളിന്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. പറഞ്ഞോ. അങ്ങോട്ട് വന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. വന്നോ പറഞ്ഞു. ഒരു ചെറുത്. ഇത് ധനുക്കുട്ടി തന്നെടാ. ഇത് അടുത്തുനിന്ന് കാണുമ്പോ ഇപ്പഴാണ് ശരിക്കും മനസ്സിലായത്. ധനുക്കുട്ടി. അത് നേരത്തെ ഹാപ്പി ബർത്ത്ഡേക്ക് ഞാൻ എടുത്തു വെച്ചതാ. വെച്ചതാ. എന്തായിരുന്നു? എടുത്തു വെച്ചിരുന്നാണോ? ഒരു ഉമ്മയാണ്. അയ്യോടാ, ഒരു ഉമ്മയായിരുന്നു അത്. ഉമ്മ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ തരാൻ ആണോ? അച്ചോ, ഇപ്പോഴും തന്നത്. താങ്ക് യു കേട്ടോ. താങ്ക് യു. അശോ ചുന്ദരി. ഏത് പാട്ടാണ്? എല്ലാരും പോകും കുറിഞ്ചിമലയിലോ ഈനാരും പോകും ഇത് എഴുതിയതാരാ? അലേ അക്ബർ സാർ. അലി അക്ബർ സാറാണ്. പിന്നെ പിന്നെ മ്യൂസിക് ബേണി ഇഗ്നേഷ്യസ് സാറ്. മിടുക്കി. ആ, സിനിമ യൂണിയൻ മാൻഡ്രോക്ക്. മാൻഡ്രേക്ക്. Yes. വർഷം ഏതാണ്? വർഷം 2020. 26. 26. അത് ഈ വർഷമല്ലേ? 2026 അല്ലേ ഇത്? 1997. Yes, മിടുക്കി. Okay, അപ്പൊ പാടിക്കോ. മ്യൂസിക് പറഞ്ഞില്ല. മ്യൂസിക് പറഞ്ഞു. പറഞ്ഞല്ലോ. ആരെ പാടിയെന്നാ പറയാത്തെ? പാടിയത് പറഞ്ഞില്ല. പറഞ്ഞോ. ടി മാർക്കോസ് അങ്കിളും ആ. പിന്നെ ചിത്ര ചിത്രമേ. ചിത്ര. അപ്പൊ മാർക്കോസ് അങ്കിളിന് നമുക്കൊരു നമസ്കാരം പറയാം. മാർക്കോസ് ചേട്ടാ, Camera ഇട്. ടോപ്പ് സിംഗർ സീസൺ 6 വലിയൊരു നമസ്കാരം. അപ്പൊ നന്നായി പാടിക്കോ കേട്ടോ. നന്നായിട്ട് അയച്ചു കൊടുക്കണേ. അയച്ചു കൊടുക്കാട്ടാ. അയച്ചോ. പാടിക്കോ. ഓക്കെ ധനുക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. All the best. കട്ടുറുമ്പേനിക്ക് കാല് രണ്ടും പൊക്കെ പൊക്കെ കണ്ണ് രണ്ടും ചിമ്മി ചിമ്മി മുട്ടനുറാങ്ക് മുട്ടനുറാങ്ക്. എല്ലാരും പോകും കുറിഞ്ചി മലയിലോ ഈനാരും പോകും കുറിഞ്ചി മലയിലോ എന്റെ കൂടെ നീയു മാത്രമാ സുന്ദരി വാങ്ങിത്തരാം ശാന്ത സിന്ദൂരം. എല്ലാരും പോകും കുറിഞ്ചി മലയിലോ തെങ്കാറ്റും പോകും കുറിഞ്ചി മലയിലോ നിന്റെ കൂടെ ഞാൻ വരവില്ല സുന്ദര വാങ്ങിത്തരു ശാന്ത സിന്ദൂരം.
ഡാൻസ് കലക്കി. ആ, ഈ ധനുക്കുട്ടിയുടെ ശബ്ദമേ ഇന്ന് ഇങ്ങനെയാണ് തോന്നിയത് കേട്ടോ. എല്ലാരും കുഞ്ചോ കുറിഞ്ചു മലഞ്ഞല്ലോ, ഇങ്ങനെയാണ് തോന്നിയത്. ശരിയല്ലേ? എന്താ അങ്ങനെ തോന്നി? കുറച്ചൊക്കെ അങ്ങനെയായിരുന്നു. എല്ലാരും പോകും അതന്നെ, അതന്നെ. കുറിഞ്ചിമല എല്ലാരും കുഞ്ഞോ, കുറിഞ്ചു കുറിഞ്ചു അങ്ങനെ വന്ന് പാടിയ അങ്ങനെ ആയിരിക്കോ? അർത്ഥോ അടുത്ത് വന്ന് പാടിയ അങ്ങനെ ആയിരിക്കോ? അടുത്തുകൊണ്ടാ ആരുടെ അടുത്ത് പാടി? ഇവിടെ നിന്ന് പാടുന്നു. പഠിയാ മതി. എല്ലാരും പോകും കുറിഞ്ചിമലയിലോ, തെങ്കാറ്റും പോകും. ഇപ്പൊ ശരിയായില്ലേ? ആ ഇപ്പോഴാണ് ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഇപ്പോഴാണ് ധനുക്കുട്ടിയുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റിയത് കേട്ടോ. നേരത്തെ എന്താ ധനുക്കുട്ടി അല്ലാന്ന് പറഞ്ഞേ? ധനുക്കുട്ടി എനിക്ക് വേറെ മനസ്സിലായില്ല. മനസ്സിലാവണ്ടേ? ഇത് ഇങ്ങനെയൊക്കെ മനസ്സിലാവണ്ടേ? വന്നിട്ട് നമുക്ക് ആർക്കും പിടിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ ധനുക്കുട്ടിയാന്ന് പറഞ്ഞപ്പോ കേക്കാതെ അല്ല അല്ല ഇങ്ങനെയൊക്കെ അത് പറഞ്ഞു. അല്ലെന്ന് വിചാരിച്ചു പാവ എം ജെ അങ്കിൾ. അല്ലെന്ന് വിചാരിച്ചു. ഇപ്പൊ മനസ്സിലായി ധനുക്കുട്ടിയാണെന്ന്. കൂടെ ഡാൻസ് മക്കളുണ്ടല്ലോ. ഹലോ, സൂപ്പർ ആയിരുന്നു കേട്ടോ. എല്ലാവരും പേര് എല്ലാവരും. പറയാമോ? ആദിത്യ ആദിത്യ. എത്ര കൊള്ളാം. പഠിക്കണ ആദ്യത്തെ കുട്ടി? 8th. എയ്ത്തില്. ആ ഞാൻ മീനാക്ഷി 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. വേറെ മീനാക്ഷി. സെയിം ബെഞ്ച്. വേറൊരു മീനാക്ഷി. ആമി ആമി നല്ല എത്ര? പേര്. ആ, 7th. സെവൻ. ആഹാ അഭിനയ ആ, 7th. സെവൻത്തില്. വെരി ഗുഡ്. എന്റെ പേര് സുരഭി, ഞാൻ +2 പഠിക്കുന്നു. +2. ആഹാ സീനിയർ ആണ്. അതെ. Senior ആണ്. എന്റെ പേര് ജിൽഷ, ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ജിൽഷ. നന്നായി. ജിൽഷ. എന്റെ പേര് കാനുപ്രിയ, ഞാൻ 6th. ഗാനപ്രിയ. കാനുപ്രിയ. ഗാനപ്രിയ. ഓ, പുതിയ അത് പേരാണുള്ളത്. variety അത് വെറൈറ്റി ആണ്. കാനുപ്രിയാന്ന് വിചാരിച്ചേ. ഞാനും അങ്ങനെ വിചാരിച്ചേ. കാനുപ്രിയ. ആ, ഓക്കെ. അടുത്ത ആള് അനാമിക, അനാമിക. ഏത് ക്ലാസ്സില്? സ്റ്റാൻഡേർഡിൽ. 6th. ആ കാനുപ്രിയ ചേച്ചിയുടെ അച്ഛൻ പോലീസാ. ആണോ? എല്ലാരും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. സൂക്ഷിച്ചോ എല്ലാരും? പേടിയുണ്ടോ? പോലീസിന് പേടിയുണ്ടോ? എനിക്ക് ഒറ്റ ഒരു പേടിയില്ല. ഒരു ആര്? പേടിയില്ലേ? ഒറ്റൊരു വെടിയില്ല. ആരെയാ പേടി? കുറ്റം ചെയ്താലല്ലേ പിടിച്ചോണ്ട് പോകത്തൂല്ല. ഞാൻ ഒരു കുറ്റവും ഗുഡ് ചെയ്യത്തില്ല. ഗേളാ നമ്മുടെ ആ, very ധനുഷ്കുട്ടി. good. അതാ ഇപ്പൊ പാടിയപ്പത്തേക്ക് ഉഗ്രനായിരുന്നു കേട്ടോ. താങ്ക് യു ചങ്കം ചങ്കളെ. ആ, ഒരു രക്ഷയില്ല. അങ്ങനെ നന്നായിരുന്നു. ചങ്കം ജങ്കിള്. ചങ്കം ചെങ്കളേന്ന്. അതെന്താ സംഭവം? ആ ചുന്ദരി ചങ്ക്. ചുന്ദരി എന്ന് പാടിയില്ലേ? ആ ചങ്കം ചങ്കളെ. ആ ചങ്ക്. ആ അത് ചങ്കായിരുന്നു ധനുക്കുട്ടി. ചുന്ദരി എന്ന് പാടിയത്. താങ്ക് യു ചങ്കം ആ ഓരോ പ്രാവശ്യം ചുന്ദരി എന്ന് പാടുമ്പോഴൊരു എക്സ്പ്രഷൻ ഉണ്ട്. ചുന്ദരി എന്ന്. ആ, അതെ. സുന്ദരി. ഏടാ. ആ, ചുന്ദരി. ആ ഇങ്ങനെ 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 നമ്മുടെ മക്കളാണെങ്കിൽ അതിനിടയിൽ ചില ഡാൻസ് കോമ്പോസിഷൻസ് ഉണ്ടല്ലോ. അതിലെന്താ വെച്ചാ ഇങ്ങനെ മുറ്റം തൂക്കുന്നു. അതെങ്ങനെയായിരുന്നു മുറ്റം തൂക്കുന്നത്? എങ്ങനെയായിരുന്നു? സ്റ്റെപ്പിന്റെ ഒന്നും പറയരുത് കേട്ടോ. അതാ അവിടെ ഉദ്ദേശിച്ചത്. ഒരാൾക്ക് ഇഷ്ടപ്പെടൂല. അതാ ടീച്ചറെ ഡാൻസ് ടീച്ചർ. ആ, പിന്നെ ഇങ്ങനെ എടുത്തെടുക്കുന്നു. അതെങ്ങനെയാണ്? ഇങ്ങനെ 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 ഒരാളുണ്ടായിരുന്നു. ആ അത് തന്നെ അത് തന്നെ അത് തന്നെ. ഈ സ്റ്റെപ്പൊക്കെ എം ജെ ഞങ്ങൾ പുഷ്പം പോലെ ചെയ്യും. ഇതൊക്കെ എം ജെ അങ്കിളിന് ഇഷ്ടമുള്ള സ്റ്റെപ്പാണ്. എങ്കിലാ സ്റ്റേജിൽ ഒന്ന് പുഷ്പം പോലെ ചെയ്യും. ആ. ഇവിടെ ഇരുന്ന് സ്റ്റെപ്പ് ചെയ്യാനേ പറ്റും. ഇരുന്നിട്ട് പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഇവിടെ ചെയ്യും ഞാൻ. നോക്കൂ. എങ്കി ഇപ്പൊ തന്നെ ചെയ്യൂ. ഇപ്പല്ല പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് എം ജെ സാർ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റും. സമയം വേണം. പിന്നെ അറിയാന്ന് പറഞ്ഞു. ധനുക്കുട്ടി ഇതൊന്നും പഠിക്കാനാണ് ഇവിടെ വന്നത്. അല്ല ആ. പാട്ട് പാടി. പഠിച്ചിട്ടില്ലേ വന്നേ? ആ. അതുപോലെ അങ്കിളും പഠിക്കണം. കുറച്ച് അയ്യോ സമയം വേണം. അങ്കിള് പഠിച്ചിട്ടല്ലേ വന്നത്. പിന്നെ എങ്ങനെയാ? ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല. ദേ ഇപ്പൊ കണ്ടപ്പോ ഇഷ്ടമായി. കണ്ടപ്പോ ഇഷ്ടായി. അതിന് അതാണ്. പഠിച്ചിട്ട് ഇനി വന്ന് കളിക്കും. പഠിച്ചിട്ട് വന്ന് കാണിക്കും. ഓക്കെ. ആ അങ്കിള് പഠിച്ചിട്ട് വന്നിട്ട് ഒരു ഭരതനാട്യം ഇവിടെ നോക്കണ്ടി. ആ വാവ്. ഓക്കെ. എങ്കി ഞാന് ജഡ്ജസിന്റെ സീറ്റിൽ എന്താ അങ്കിൾ ഇരിക്കണടുത്ത് ഞാൻ ഇരുന്ന് കണ്ടോണ്ടിരിക്കും. എന്നിട്ട് മാർക്ക് തരുമോ? ആ ഇന്ന് എന്തായാലും ധനുക്കുട്ടിക്ക് 100 അല്ലേ? കോടി കോടി ഞാൻ തരും. കോടി കോടി. കോടി ഉണ്ടാണോ? ഒരു കോടി തരും. 1 കോടി മാർക്ക് തരും എം ജെ സാറിന് അതെ. ഡാൻസിന്. വീട്ടിൽ കുറെ കോടി മുണ്ടൊക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനെ കിട്ടിയതാണോ അത്? പൈസ കോടിയാണ് ഉദ്ദേശിച്ചത്. ഓ, പൈസ കോടി. ആ, പൈസ കോടി. അത്ര ആ. കോടി. ഇപ്പൊ ഈ ഞാൻ പിന്നെ പാട്ടിന് കോടീശ്വരനാവല്ലോ. ഓ ആ. അതെ. ആ. ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ വലിയ ഇപ്പൊ? ഗോൾഡൻ കാർ കാണിക്കാലോ. ഇടയ്ക്ക് ഒരു ഗ്ലൂം വന്നായിരുന്നോ പാട്ടില്? ആ. അതെങ്ങനെ വന്നു? എങ്ങനെ ഗ്ലൂം വാസന്യൻ താത്തയാ. അതെന്ത് പറ്റി? ശ്വാസം മുട്ടി എന്തേ? ആ എനിക്ക് എങ്ങനെ അറിയാം? ആ. അങ്ങ് മുട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഗ്ലൂം കുട്ടി പാടി ഇന്നത്തെ? ഇഷ്ടപ്പെട്ടോ? നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? എല്ലാരും കൈയടിച്ച് പാസ്സാക്കിയേ. ആ അല്ലേ ആര്യ? നമുക്ക് കൈയടിച്ച് പാസ്സാക്കി. ചേച്ചിമാരടുത്ത് പറഞ്ഞപ്പോ മീനൂട്ടി ചേച്ചി കൈയടിച്ചു. അത് ഇഷ്ടപ്പെട്ട ആർക്കും കൈയടിക്കും. അതും ചേച്ചിയല്ലേ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കൈയടിക്കാം. ഞാനും കൈയടിച്ചു. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഈ വെളുത്ത മാമ എന്ന് പറഞ്ഞ ആരാ? നല്ല മുഖമൊക്കെ നല്ല വെളുത്ത മാമൻ. ഈ അമ്പിളി അമ്മാവനില്ലേ? അമ്പിളി അമ്മാവൻ ഉം. നോക്കാറുണ്ടോ?
അപ്പൊ നല്ല പൗർണമി വരുമ്പത്തേക്ക് എങ്ങനെയായിരിക്കും? വെളുത്ത മാമനായിരിക്കും. ആ അത് കഴിഞ്ഞിട്ട് രാവിലെ ആവുമ്പോ ആ. വലിയ മാമൻ. വലിയ മാമൻ രാവിലെ അപ്പം നമ്മളെ വെളുത്ത മാമൻ ആരാന്ന് വെച്ചാൽ രാത്രിയിലത്തെ നക്ഷത്രമൊക്കെ അപ്പൊ കാണുമല്ലോ, അപ്പൊ അതും വെളുത്ത മാമനാ. അപ്പൊ അതൊക്കെയാണ് ഈ മാമന്മാരെ കഥ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഭയങ്കര കഥകളാണ്. ധനശ്രീകുട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ട വരി ഏതാ മനസ്സിലായോ ഇന്ന് പാടിയതില്? ആ ഏതായിരിക്കും? ചുന്ദരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുന്ദരി ഇഷ്ടപ്പെട്ടു. അത് കൂടാതെ എനിക്ക് വേറൊരു വരി ഇഷ്ടപ്പെട്ടു. അതേതാ അത്? അല കൊടിച്ചൊരു കുടില് വെച്ചിട്ട് എങ്ങനെയായിരുന്നു അത്? കുടിയിൽ വെച്ചോടു മേലെ മേലെ ആ മേലെ മേലെ. അത് correct ആയിരുന്നു അത് പറഞ്ഞത്. അടിപൊളിയായിരുന്നു. അതാ എങ്ങനെയാ MJ അങ്കിള് മാത്രം എങ്ങനെയാ ചങ്കായത്? അപ്പൊ ഞാൻ ചങ്കല്ലേ? ചങ്കാരി ചേച്ചി അത് വിളിക്കുന്നതിന് നല്ല ചങ്കാണ്. ആ എന്നെ ചങ്ക് തനുക്കുട്ടി വിളിച്ചില്ലല്ലോ, അതുകൊണ്ടല്ലേ. ആ ചങ്ക് ധനുക്കുട്ടിയാണല്ലോ എന്റെ. എനിക്ക് ചങ്ക് അരച്ചേച്ചി. ആ അപ്പൊ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഉണ്ണിയങ്ങൾ അവിടെ വിഷമിച്ചിരിക്കുന്നേ ഭയങ്കര വിഷമത്തില. ധനുക്കുട്ടി, ഇന്നത്തെ പാട്ട് മാത്രല്ല, ആ സീന് കംപ്ലീറ്റ് ഒരു സിനിമ കാണുന്ന മാതിരിയായിരുന്നു. അതുകൊണ്ട് അതിങ്ങനെ രസിച്ചിരുന്നിട്ട് എല്ലാം മറന്നുപോയി. അതുകൊണ്ടാ. അതെന്തിനാ മൂക്കൊണ്ട് പാടിയത്? കുറച്ചൊരു മൂക്ക് കൊടുത്തിട്ടല്ലേ പാടിയെന്ന്, നെയ്സലായിട്ട് അല്ലേ? അത് MJ അങ്കിൾ പറഞ്ഞില്ലേ ഇങ്ങേന്ന് പാടിയെന്ന് അല്ലേ? ഇല്ലേ? എന്റെ രണ്ടാമത് പാടിയപ്പോ കറക്റ്റായി പാടി. പക്ഷെ രസമുണ്ടായിരുന്നു കേട്ടോ. ത്രൂ ഔട്ട് ദ സോങ് നല്ല ഭംഗിയായി ചിരിച്ച് പാടി. അതിനൊരു സ്പെഷ്യൽ സല്യൂട്ട്. ഞാൻ വിചാരിച്ചു ധനശ്രീകുട്ടിയും ഡാൻസ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഒരു 2 സ്റ്റെപ്പ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ എല്ലാ ഡാൻസേഴ്സും നന്നായി ചെയ്തു, നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് ചെയ്തു. അതെ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഒന്ന് കാണിക്കാം. കാണിച്ചോ? യെസ്. ഇങ്ങനെ ഒരു സാധനം ചെയ്തില്ലേ? അതെങ്ങനെയായിരുന്നു? അത് തന്നെ പിടുക്കി കേട്ടോ. രണ്ടെണ്ണം അതിന്റെ മറ്റേ ഇങ്ങനെയുള്ളത് പുറകോട്ടേക്ക് പോണേ. യെസ്, ഓക്കെ അല്ലേ? പിടുക്കി. ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. ഇനി പഠിക്കാനുണ്ട് മാങ്ങപറി ചെളിക്കുത്ത്. ഇങ്ങനെ പഠിച്ചോണ്ടാണ് അടുത്ത പ്രാവശ്യം. മാങ്ങ പറിക്കുമ്പോ കുട്ടയിലിട്ടെന്ന് പറയാം. അതെങ്ങനെയാണ് ഒന്ന് പഠിപ്പിച്ചു തരാമോ? മാങ്ങാരി കുട്ടയിൽ. മാങ്ങപറി കുട്ടയിലിട്ടു, മാങ്ങപറി കുട്ടയിലിട്ടു. അങ്ങനെയാണോ? അതെ, അതെ. സിമ്പിൾ സ്റ്റെപ്പ്. MJ അങ്കിള് പഠിച്ചു. വേറെ എന്തെങ്കിലും സ്റ്റെപ്പ് ഉണ്ടോ അങ്ങളെ പഠിപ്പിക്കാൻ? ഷോ ഇങ്ങനെയാണോ? ഇരുന്നോണ്ട് ചാടി കളിക്കാൻ പറ്റില്ല. അല്ല, വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യൂല. അപ്പൊ നിന്ന് ചാടി കളിച്ചാ മതി. ഒരു ദിവസം എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം? 5 പ്രാവശ്യം. 5 പ്രാവശ്യം 5 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ പരന്നാണ്. അതെ, എന്നിട്ട് ധനശ്രീ കുട്ടീനെ പോലെ കിടിലനായിട്ട് ഡാൻസ് കളിക്കും MJ സാർ. അങ്ങനെ പോരട്ടെ, നമ്മുടെ ധനുക്കുട്ടിക്കും നമ്മുടെ ഡാൻസ് മക്കൾക്കും ഒരു മധുരം മഴ. എല്ലാരും പോകുഞ്ചോ കുറിഞ്ചി മലയിലോ, ഈനാരും പോകുഞ്ചോ കുറിഞ്ചി മലയിലോ, എന്റെ കൂടെ നീയു മാത്രമാ സുന്ദരി, വാങ്ങിത്തരാം ശാന്ത ചിന്തൂരം. എല്ലാരും പോകുഞ്ചോ കുറിഞ്ചി മലയിലോ. ശരി, ഗുഡ് ഗേൾ. ബൈ ബൈ. ടാറ്റാ. ബൈ.